ഈ കണക്കിന്റെ കാര്യത്തിലുണ്ടല്ല എല്ലാരും കണക്കാ. ഹായ്, ഈസി മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കുട്ടിയെ ഗണിതത്തിൽ മിടുക്കരാക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് ഗണിതം പ്രശ്നമാണ്. ഗണിതത്തിൽ പ്രതീക്ഷിക്കുന്നത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഗണിത ക്ലാസ്സുകളെയും അധ്യാപകരെയും കുട്ടിക്ക് വെറുപ്പാണ്. കുട്ടി മാത്രമല്ല ഈ കാര്യത്തിൽ പ്രശ്നക്കാരൻ, ഗണിതവും പ്രശ്നക്കാരനാണ്. ഗണിതത്തിലെ ഭാഷയാണ് പ്രധാനപ്പെട്ട വില്ലൻ. 5 എന്ന സംഖ്യ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് 5 എന്ന സംഖ്യയെ പരിചയപ്പെടുത്താൻ മാത്രമേ നമുക്ക് പറ്റൂ. കുട്ടി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ അമൂർത്തമായ ഭാഷയാണ്. 5ന്റെ മുന്നിൽ ആര് എന്ന് ചോദിച്ചാൽ കുട്ടി പറയും 4. 5ന്റെ പിന്നിൽ ആര് എന്ന് ചോദിച്ചാൽ കുട്ടി ഉത്തരം പറയും 4. എന്നാൽ യഥാർത്ഥത്തിൽ മുന്നിൽ പിന്നിൽ എന്ന് പറയുന്നത് 2 വിപരീത ദിശകളാണ്. കണക്കിലെ മാജിക് നമ്പറാണ് 9. പക്ഷെ 9-നുമുണ്ട് പ്രശ്നം. 80 കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് 90-ആണ്. 800 കഴിഞ്ഞാൽ 900-ആണ്. ശരിക്കും അതും ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. സംഖ്യയുടെ സ്ഥാനം, വലിപ്പം, വില ഇതും ഒരു പ്രശ്നമാണ്. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. 109 എന്ന സംഖ്യ കഴിഞ്ഞാൽ പല കുട്ടികളും എഴുതുന്നത് 200-ആണ്. ഒരു സ്ഥലത്തെപ്പറ്റി ധാരണയില്ലാത്ത നമ്മോട് ആ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നും തെളിയില്ല. ഇതുപോലെയാണ് സ്ഥാനവിലയും സംഖ്യാബോധവും ഇല്ലാത്ത കുട്ടിക്ക് 6845 എന്ന സംഖ്യ പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വികാരം. കുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 3 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങിന് തുല്യമാണ്. ഒരു PSC പരീക്ഷയുടെ ചോദ്യമാണ്. സത്യത്തിൽ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ സാധാരണ കുട്ടികൾ ആകെ അമ്പരപ്പിലാവും. ഇതാണ് കുട്ടി ഫേസ് ചെയ്യുന്ന അടുത്തൊരു പ്രശ്നം, ചോദ്യം മനസ്സിലാക്കാനുള്ള പ്രയാസം. ഇത് കണക്കിലെ ഏറ്റവും വലിയ ഒരു വിഷയം തന്നെയാണ്. സങ്കലനം സാധാരണ ഭാഷയിൽ കൂട്ടുക എന്ന് പറയും. കുട്ടിക്കാലത്ത് നമ്മൾ കൂട്ടുന്നത് ഒറ്റയുടെ സ്ഥാനത്തും തുടങ്ങി ശിഷ്ടം 10-നോട് കൂട്ടി, ശിഷ്ടം വീണ്ടും 100-നോട് കൂട്ടി, ഈ രീതിയിലാണ് കൂട്ടുന്നത്. എന്നാൽ പുതിയ രീതി ഇതൊന്നുമല്ല. കുട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥാനത്ത് നിന്ന് കൂട്ടി തുടങ്ങാം. ഇതുപോലെ ശിഷ്ടം ഓർക്കുകയേ വേണ്ട. വളരെ മനോഹരമായി സങ്കലനം കുട്ടി ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വഴിയിലൂടെ വ്യവകലനം അല്ലെങ്കിൽ കുറയ്ക്കൽ, കടം വാങ്ങി മുടിഞ്ഞവരാണ് നമ്മളെല്ലാവരും. കുട്ടിക്കാലം മുതലേ കടം വാങ്ങിയാണ് നമ്മൾ കുറയ്ക്കാൻ പഠിച്ചത്. എന്നാൽ ഈ കടം വാങ്ങിയ സംഖ്യ ഒരിക്കലും വാങ്ങിയ സംഖ്യയ്ക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇതൊരുപക്ഷെ ജീവിതത്തിലും പ്രയോഗിക്കാൻ നിർബന്ധിതരാകുന്നു ശരാശരി മലയാളി. ഇവിടെയാണ് വ്യവകലനത്തിന്റെ പ്രസക്തി. കടം വാങ്ങിക്കാതെ എങ്ങനെ കുറയ്ക്കാം? എത്ര വലിയ സംഖ്യയും സെക്കൻഡുകൾ കൊണ്ട് കടം വാങ്ങിക്കാതെ കുറയ്ക്കുന്ന എളുപ്പ വഴി ഞങ്ങൾ പരിചയപ്പെടും. ഗുണനപ്പട്ടിക അറിയാത്ത കുട്ടിക്ക് ഗുണിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിലെ സംശയമാണ്. തീർച്ചയായും കഴിയും. ഗുണനപ്പട്ടിക പഠിക്കാതെ എത്ര വലിയ സംഖ്യയെയും അനായാസം ഗുണിക്കാനുള്ള 10ഓളം വഴികൾ ഈ ക്ലാസ്സിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ദീർഘഹരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കൃത്യമായ ധാരണയില്ലാത്ത ഗണിതത്തിലെ 4ാമത്തെ ചതുഷ്ക്രിയയാണ് ഹരണം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ദീർഘഹരണം എന്താണ് എന്നറിയില്ല. ദീർഘഹരണത്തിന്റെ ഘട്ടങ്ങൾ കൃത്യമായി പഠിപ്പിച്ച് എത്ര വലിയ സംഖ്യയെയും ഹരിക്കാനുള്ള എളുപ്പവഴി ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് പഠിപ്പിക്കും. വെറും 20 മണിക്കൂർ സമയം കൊണ്ട് ഗണിതത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങളുടെ കുട്ടി ഗണിതത്തെ ആസ്വദിച്ച് പഠിക്കുന്ന ഒരു പുതിയ തലത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ കുട്ടിയെ എത്തിക്കും. 4 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ക്ലാസ്സിലേക്ക് പ്രവേശനം. അടിസ്ഥാന ഗണിതശേഷികൾ, ചതുഷ്ക്രിയകൾ, നിത്യജീവിതത്തിലെ ഗണിത പ്രശ്നങ്ങൾ, മത്സര പരീക്ഷകൾക്കുള്ള സ്പീഡ് മാത്സ്, ഇത്തരം മേഖലകൾ ഞങ്ങൾ കൈകാര്യം ചെയ്യും. മാജിക്കുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. മാജിക്കിലൂടെ പഠിപ്പിക്കുമ്പോൾ കുട്ടിയുടെ ആസ്വാദന നിലവാരം ഉയരും. മാജിക്കിലൂടെയുള്ള ഗണിത പഠനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. മൾട്ടിമീഡിയ ക്ലാസ് റൂം, കൃത്യമായ പ്രിന്റഡ് നോട്ടുകൾ, കൃത്യമായ ഇടവേളയിലെ മൂല്യനിർണ്ണയം, ഓൺലൈൻ സംശയ നിവാരണം, ഇത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ഇനി ഗണിതം കൂടുതൽ മധുരിക്കും. ഈസി മാത്സ് ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. നമ്മുടെ സ്വന്തം ഉള്ളണത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് ഈസി മാത്സ് നിയർ ഗോൾഡൻ മ്യൂസിക്കൽ ഫാക്ടറി,
ഗോൾഡൻ ബിൽഡിംഗ്, ഉള്ളണം. കോൺടാക്ട് ബാവ ഗോൾഡൻ 9447383263. അനിൽ പരപ്പനങ്ങാടി 9387413570. ഇനി ഗണിതം കൂടുതൽ മധുരിക്കും. ഈസി മാത്സ്.